25 കൊല്ലമായി കേരളത്തിൽ ഹെഡ് ആൻഡ് നെക്ക് സർജറി എന്ന വിഭാഗം രൂപം കൊണ്ടിട്ട്. പക്ഷേ എൻ്റെ വിഷമം എന്താണെന്ന് വെച്ചാൽ ഇത്രയും കാലമായിട്ടും ഹെഡ് ആൻഡ് നെക്ക് സർജറി എന്താണെന്ന് പലരും കേട്ടിട്ടുണ്ടാകില്ല. 27 ജൂലൈ വേൾഡ് ഹെഡ് ആൻഡ് നെക്ക് ക്യാൻസർ ഡേ ആണ്. ഈ അവസരത്തിൽ ഞങ്ങളെക്കുറിച്ച് തന്നെയാണ് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്. ആരാണ് ഹെഡ് ആൻഡ് നെക്ക് സർജൻ? ബ്രെയിനിന് താഴെയും നെഞ്ചിന് മുകളിലും ഉള്ള ഏരിയയാണ് ഹെഡ് ആൻഡ് നെക്ക് ഏരിയ എന്ന് പറയുന്നത്. ഇവിടെ വരുന്ന പലതരം മുഴകളും ക്യാൻസറുകളും ചികിത്സിക്കുന്ന ആൾക്കാരാണ് ഹെഡ് ആൻഡ് നെക്ക് സർജന്മാർ. ഇവിടെയൊക്കെ പലപ്പോഴും സർജറിയാണ് ചികിത്സയായി വരാറുള്ളത്. അതിൽ ക്യാൻസറിന്റെ സർജറി ചെയ്യുന്ന ആൾക്കാർ ഹെഡ് ആൻഡ് നെക്ക് ഓങ്കോ സർജന്മാരാണ്. വളരെ കോംപ്ലക്സ് ആയിട്ടുള്ള ഒരു ഏരിയ ആണ് ഹെഡ് ആൻഡ് നെക്ക് ഏരിയ എന്ന് പറയുന്നത്. കാരണം വളരെ ശരീരത്തിൻ്റെ ഏറ്റവും പ്രത്യക്ഷമായിട്ടുള്ള ഒരു ഏരിയയാണ് മുഖവും കഴുത്തും. മാത്രമല്ല, ശ്വസിക്കാനും സംസാരിക്കാനും ഭക്ഷണം കഴിക്കാനും നമ്മുടെ ഇമോഷൻസ് പറയാനും ഒക്കെ വളരെ ആവശ്യമുള്ള ഒരു ഏരിയയാണിത്. ഇവിടെ എന്തെങ്കിലും കേട് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ഈ ഫങ്ഷൻസ് ഒക്കെ തന്നെ അഫക്റ്റഡ് ആവാം. അപ്പോൾ അവിടെ പല നെർവുകളും പല അവയവങ്ങളും കൊണ്ടാണ് ഈ ഭാഗങ്ങളൊക്കെ പ്രവർത്തിക്കുന്നത്. അവിടെ ഒരു സർജറി ചെയ്യുമ്പോൾ അത് കോംപ്ലക്സ് സർജറി തന്നെയാണ്. അത് ചെയ്യാൻ സ്പെഷ്യലിസ്റ്റ് ആയിട്ടുള്ള ഹെഡ് ആൻഡ് നെക്ക് സർജൻസ് വളരെ ആവശ്യമാണ്. ENT സർജൻസ്, ജനറൽ സർജൻസ്, മാക്സിലോഫേഷ്യൽ സർജൻസ് ഇവരൊക്കെ തന്നെ സ്പെഷ്യലൈസ്ഡ് ട്രെയിനിങ് എടുത്തിട്ടാണ് ഹെഡ് ആൻഡ് നെക്ക് സർജനായി മാറുന്നത്. അപ്പോൾ ഈ കോംപ്ലക്സ് സർജറീസ് ഒക്കെ തന്നെ ചെയ്യാൻ പ്രാപ്തരായിട്ടുള്ള ആൾക്കാരാണ് ഹെഡ് ആൻഡ് നെക്ക് സർജന്മാർ.